പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഷെക്കൈന അമേരിക്കാസിൻ്റെ ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവരെയും യേശുനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. നമ്മളുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാന പ്രമാണമാണ് വിശ്വാസ പ്രമാണം. ആ വിശ്വാസ പ്രമാണത്തിൽ നമ്മുടെ വിശ്വാസം നമ്മൾ ഏറ്റുപറയുന്നു. വിശ്വാസം എന്നത് ദൈവത്തിൻ്റെ ദാനമാണ്. അത് നമ്മൾ വർദ്ധിപ്പിച്ച് കൊണ്ടുവരേണ്ടതുണ്ട്. അതുപോലെ തന്നെ വിശ്വാസം നഷ്ടപ്പെട്ടു പോകാവുന്ന ഒരു ദാനവുമാണ്. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ വിശ്വാസം വർദ്ധിപ്പിക്കേണ്ടത്? വിശുദ്ധ പൗലോസ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 10:17 പറയുന്നു, വിശ്വാസം കേൾവിയിൽ നിന്നും, കേൾവി ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രസംഗത്തിൽ നിന്നും അത്രേ. അപ്പം വിശ്വാസം ഉണ്ടാകണമെങ്കിൽ, വിശ്വാസം വളരണമെങ്കിൽ കേൾക്കണം. എന്ത് കേൾക്കണം? ഒന്നാമതായിട്ട് ദൈവവചനം ശ്രവിക്കണം, ധ്യാനിക്കണം. പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിച്ചു തരും. ഞാൻ പറഞ്ഞിട്ടുള്ളവയെല്ലാം നിങ്ങളെ അനുസ്മരിപ്പിച്ചു തരും എന്ന് ഈശോ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വചനം വായിക്കുമ്പോൾ, ധ്യാനിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളിൽ പ്രവർത്തിക്കുന്നു. രണ്ടാമതായിട്ട് ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രസംഗങ്ങൾ കേൾക്കണം. പ്രത്യേകിച്ചും അനേകരുടെ ക്രൈസ്തവ അനുഭവങ്ങൾ, സാക്ഷ്യങ്ങൾ നമ്മൾ ശ്രവിക്കണം. അത് നമ്മളുടെ വിശ്വാസം വർദ്ധിപ്പിക്കുവാനായിട്ട് ഇടയാകും. മൂന്നാമതായിട്ട് നമുക്ക് മുമ്പേ ഗമിച്ച വിശുദ്ധരുടെ ജീവിത മാതൃകയും അനുഭവങ്ങളും അത് നമ്മുടെ വിശ്വാസം വർദ്ധിപ്പിക്കുവാൻ ആവശ്യമായ ഒരു ഘടകമാണ്. നാലാമതായിട്ട് സഭയുടെ പാരമ്പര്യങ്ങൾ. കഴിഞ്ഞ 2000 വത്സരത്തെ സഭയുടെ അനുഭവങ്ങൾ, അതാണ് പാരമ്പര്യം എന്ന് പറയുന്നത്. അത് വളരെ പ്രസക്തിയുള്ളതുമാണ്. ഈ പറഞ്ഞതിൽ ദൈവവചനം കേൾക്കാനും സാക്ഷ്യങ്ങൾ കേൾക്കാനും ഒക്കെ നമുക്ക് ഒരുപാട് അവസരങ്ങളുണ്ട്. TV-യിലൂടെയും യൂട്യൂബിലൂടെയൊക്കെ ഇന്ന് നമ്മൾ മനസ്സ് വെച്ചാൽ നമുക്ക് വചനം ശ്രവിക്കാം, സാക്ഷ്യങ്ങൾ കേൾക്കാം, വിശ്വാസം വർദ്ധിപ്പിക്കാം. എന്നാൽ മൂന്നാമത് പറഞ്ഞത് വിശുദ്ധരുടെ ജീവിത മാതൃകയും ജീവിതാനുഭവങ്ങളും അവരുടെ പ്രാർത്ഥനാ സഹായവും. അതിനെക്കുറിച്ചാണ് നമ്മൾ ഈ എപ്പിസോഡിൽ ധ്യാനിക്കാൻ ആഗ്രഹിക്കുന്നത്. പലർക്കും ബൈബിളിൽ നിന്നുള്ളതല്ലാതെ മറ്റൊന്നും അവർ അംഗീകരിക്കുകയില്ല, പ്രത്യേകിച്ചും വിശുദ്ധരെ കുറിച്ച് പറയുമ്പോൾ. അതുകൊണ്ട് ബൈബിളിലുള്ള വിശുദ്ധനെ കുറിച്ച് തന്നെ പറഞ്ഞുകൊണ്ട് ആരംഭിക്കുകയാണ്. അതായത് ആദ്യത്തെ രക്തസാക്ഷിയായ സെന്റ് സ്റ്റീഫൻ. ഈ സ്തെഫാനോസ് എന്ന് വിളിക്കുന്ന സെന്റ് സ്റ്റീഫൻ അപ്പസ്തോല പ്രവർത്തനം 6-7 അധ്യായങ്ങളിൽ ഈ സെന്റ് സ്റ്റീഫനെ കുറിച്ച് നമുക്ക് വായിക്കാനായിട്ട് സാധിക്കും. അവിടെ 12 അപ്പസ്തോലന്മാരും ശിഷ്യന്മാരെ എല്ലാം വിളിച്ചുകൂട്ടി അവരോട് പറഞ്ഞു, ഞങ്ങളിങ്ങനെ ഭക്ഷണമേശകളിൽ ശുശ്രൂഷിക്കുന്നത് ശരിയല്ല. നിങ്ങൾ 7 ഡീക്കന്മാരെ തെരഞ്ഞെടുക്കുക, അവരെ മറ്റു കാര്യങ്ങളെല്ലാം ഏൽപ്പിച്ചിട്ട് ഞങ്ങൾ വചന ശുശ്രൂഷയിലും പ്രാർത്ഥനയിലും നിരന്തരം വ്യാപരിച്ചു കൊള്ളാം. അങ്ങനെ അനുഭവ സമ്പത്തുള്ള, ജ്ഞാനമുള്ള 7 ഡീക്കന്മാരെ തെരഞ്ഞെടുത്തതിൽ പ്രധാനിയാണ് സ്തെഫാനോസ്, സെന്റ് സ്റ്റീഫൻ. അപ്പസ്തോല പ്രവർത്തനം 6:8 നമ്മൾ വായിക്കുന്നു, സ്തെഫാനോസ് കൃപാവരവും ശക്തിയും നിറഞ്ഞ് പല അത്ഭുതങ്ങളും വലിയ അടയാളങ്ങളും ജനമധ്യത്തിൽ പ്രവർത്തിച്ചു. അപ്പം അത്രമാത്രം ജ്ഞാനവും കൃപയും നിറഞ്ഞ ഒരു വ്യക്തിത്വമായിരുന്നു സ്തെഫാനസിൻ്റെത്. വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ പ്രവർത്തിച്ച് അനേകരെ വിശ്വാസത്തിലേക്ക് നയിക്കുവാനും വിശ്വാസത്തിൽ വളർത്തുവാനും സാധിച്ച വളരെ യൂത്തായ ഒരു ഡീക്കൻ. അത് ഈ നിയമജ്ഞർക്കും ഫരിസേയർക്കും ഒക്കെ വലിയ ഇടർച്ചയുണ്ടാക്കും എന്നുള്ള യാതൊരു സംശയവുമില്ല. യേശുവിനെ വധിച്ചുകൊണ്ട് ആ വിശ്വാസം നശിപ്പിച്ചു എന്ന് അവർ പ്രതീക്ഷിച്ചിരിക്കുമ്പോഴാണ് വീണ്ടും അപ്പസ്തോലന്മാരിലൂടെയും ഡീക്കന്മാരിലൂടെയൊക്കെ വലിയ അടയാളങ്ങളും അത്ഭുതങ്ങളും ഒക്കെ സംഭവിക്കുകയും വിശ്വാസം വളരുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ
ഈ നിയമജ്ഞരും ഫരിസേയരുമെല്ലാം ജനങ്ങളെ ഇളക്കുകയും സ്തേഫാനോസിനെ ബന്ധിച്ച് ന്യായാധിപ സംഘത്തിന്റെ മുമ്പിൽ കൊണ്ടുവന്നു. ന്യായാധിപ സംഘം അപ്പസ്തോല പ്രവർത്തനം 6:15 പറയുന്നു, ന്യായാധിപ സംഘം സ്തേഫാനോസിന്റെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി. അവരത്ഭുതപ്പെട്ടു പോയി. അവന്റെ മുഖം ഒരു ദൈവദൂതന്റെ മുഖം പോലെ ആയിരുന്നു. പക്ഷേ ഇതൊന്നും അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു അനുഭവവുമായില്ല. അപ്പസ്തോല പ്രവർത്തനം 7-ാം അധ്യായത്തിൽ മുഴുവൻ സ്തേഫാനോസിന്റെ സുദീർഘമായ ജ്ഞാനവും ശക്തിയും കൊണ്ട് നിറഞ്ഞ പ്രസംഗമാണ്. ആ പ്രസംഗത്തിൽ ഇങ്ങനെ പറയുന്നു, അവന്റെ ജ്ഞാനത്തോടും ആത്മാവിനോടും എതിർത്തു നിൽക്കാൻ അവർക്കാർക്കും കഴിഞ്ഞില്ല. അപ്പസ്തോല പ്രവർത്തനം 7:51 നമ്മൾ കാണുന്നു, സ്തേഫാനോസ് തന്റെ പ്രസംഗം ഉപസംഹരിക്കുകയാണ്. മർക്കട മുഷ്ടിക്കാരെ, ഹൃദയത്തിലും കാതുകളിലും അപരിച്ഛേദിതരെ, നിങ്ങളെല്ലായ്പ്പോഴും പരിശുദ്ധാത്മാവിനോട് മല്ലടിക്കുന്നു. നിങ്ങളുടെ പിതാക്കന്മാരെ പോലെ തന്നെയാണ് നിങ്ങളും. അത് അവർക്ക് അനുതാപമുണ്ടാക്കുകയല്ല ചെയ്തത്, മറിച്ച് അവർ കോപാക്രാന്തരായി പല്ലുകടിച്ച്. അപ്പസ്തോല പ്രവർത്തനം 7:54 പറയുന്നു, അവർ അവന്റെ നേരെ കോപാക്രാന്തരായി പല്ലുകടിച്ച് പാഞ്ഞെടുത്തു. അപ്പസ്തോല പ്രവർത്തനം 7:55 തുടർന്ന് കാണുന്നു, സ്തേഫാനോസ് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് സ്വർഗത്തിലേക്ക് നോക്കി. അവിടെ ദൈവത്തിന്റെ മഹത്വം ദർശിച്ചു. ദൈവത്തിന്റെ വലത്തുഭാഗത്ത് യേശു എഴുന്നേറ്റ് നിന്ന് തന്നെ ബഹുമാനിക്കുന്നതും അവൻ കണ്ടു. അവൻ അത് വിളിച്ചു പറഞ്ഞു. എല്ലാവരും കേൾക്കെ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, ഇതാ ഞാൻ സ്വർഗം തുറന്നിരിക്കുന്നത് കാണുന്നു, ദൈവത്തിന്റെ വലത്തുഭാഗത്ത് യേശു നിൽക്കുന്നത് ഞാൻ കാണുന്നു. അതും അവർക്ക് അനുതാപമുണ്ടാക്കില്ല. 57 വചനത്തിൽ പറയുന്നു, അവർ ആക്രോശിച്ചുകൊണ്ട് ചെവി പൊത്തുകയും അവന്റെ നേരെ പാഞ്ഞെടുക്കുകയും ചെയ്തു. അവർ സ്തേഫാനോസിനെ കല്ലെറിഞ്ഞു. അപ്പോൾ അവൻ പ്രാർത്ഥിച്ചു, കർത്താവായ യേശുവേ, എൻ്റെ ആത്മാവിനെ കൈക്കൊള്ളണമേ. യേശുവിൻ്റെ കുരിശിൽ കിടന്നുള്ള പ്രാർത്ഥനയോട് സാദൃശ്യമുള്ള ഒരു പ്രാർത്ഥന. വീണ്ടും അവൻ അപ്പസ്തോല പ്രവർത്തനം 7:60 പറയുന്നു, അവൻ മുട്ടുകുത്തി ഉയർന്ന സ്വരത്തിൽ വിളിച്ചു പറഞ്ഞു, കർത്താവേ, ഈ പാപം ഇവരിൽ ആരോപിക്കരുതേ. ശത്രുവിനോടുള്ള ക്ഷമിച്ചുള്ള പ്രാർത്ഥന, അതും യേശുവിനെ അനുകരിച്ചുകൊണ്ട് ഈ പാപം ഇവരിൽ ആരോപിക്കരുതേ എന്ന് ശത്രുവിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഈ സാവൂളിനെ പീഡിപ്പിക്കുന്നതിനും കല്ലെറിഞ്ഞു കൊള്ളുന്നതിനും നേതൃത്വം കൊടുത്തത് സാവൂൾ എന്ന ഫരിസേയനായ ഒരു യുവാവായിരുന്നു. അപ്പസ്തോല പ്രവർത്തനം 8:1 പറയുന്നു, സാവൂൾ ഈ വധത്തെ അനുകൂലിച്ചു, സഭയിലെങ്ങും പീഡനം അഴിച്ചുവിട്ടു. വീണ്ടും 8:3 പറയുന്നു, സാവൂൾ സഭയെ നശിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. വീടുതോറും കയറി സ്ത്രീ പുരുഷന്മാരെ വലിച്ചിഴച്ചു കൊണ്ടുവന്ന് അവൻ തടവറയിലാക്കി. ശരിക്കും ഒരു തീവ്രവാദി. ആ തീവ്രവാദിയുടെ മാനസാന്തരത്തിനു വേണ്ടിയായിരുന്നു സ്തേഫാനോസിന്റെ ഈ സഹനവും രക്തസാക്ഷിത്വവും ക്ഷമിച്ചുള്ള പ്രാർത്ഥനയും. അപ്പസ്തോല പ്രവർത്തനം 9-ാം അധ്യായം സാവൂളിന്റെ മാനസാന്തര കഥയാണ്. അവിടെ ഇങ്ങനെ കാണുന്നു, സാവൂളും സംഘവും ദമാസ്കസിലെ ക്രിസ്ത്യാനികളെ ബന്ധിച്ച് തടവിലാക്കുവാൻ വേണ്ടി അങ്ങോട്ട് പുറപ്പെട്ടു. അപ്പോൾ പെട്ടെന്ന് ആകാശത്തു നിന്നൊരു മിന്നലൊളി അവന്റെ മേൽ പതിച്ചു. അവൻ നിലം പതിച്ചു. ഒരു സ്വരം തന്നോട് ചോദിക്കുന്നതായി അവൻ കേട്ടു, സാവൂൾ, സാവൂൾ, നീ എന്തിന് എന്നെ പീഡിപ്പിക്കുന്നു? സാവൂള് ആരെയും കണ്ടില്ല. അവന്റെ കാഴ്ച നഷ്ടപ്പെട്ടു. അവൻ ചോദിച്ചു, കർത്താവേ, അങ്ങ് ആരാണ്? അപ്പോൾ അതിന് മറുപടി ഉണ്ടായി, നീ പീഡിപ്പിക്കുന്ന യേശുവാണ് ഞാൻ. ഈ സാവൂളിൻ്റെ ജീസസ് എൻകൗണ്ടർ അവൻ്റെ മാനസാന്തരത്തിലും ജ്ഞാനസ്നാനത്തിലുമാണ് ചെന്നെത്തിയത്. അതിന് കാരണമായത് സഭയ്ക്ക് അങ്ങനെ ഒരു തീവ്രവാദിയെ അപ്പസ്തോലനാക്കി മാറ്റാനിടയായത് ഈ വിശുദ്ധ സ്തെഫാനോസിൻ്റെ സഹനവും രക്തസാക്ഷിത്വവും ക്ഷമിച്ചുള്ള പ്രാർത്ഥനയുമാണ്. മത്തായിയുടെ സുവിശേഷം 5:44 നമ്മൾ വായിക്കുന്നു, യേശു പറഞ്ഞു, ശത്രുക്കളെ സ്നേഹിക്കുവിൻ,
നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സ്തെഫാനോസ് ഈ വചനമനുസരിച്ചപ്പോൾ ഇതാ ദൈവം ഇടപെട്ടു, ശത്രുവിനെ മിത്രമാക്കി മാറ്റി. നമുക്ക് ശത്രുവിനെ നശിപ്പിക്കാൻ സാധിക്കും. മിത്രമാക്കി മാറ്റണമെങ്കിൽ, മാനസാന്തരപ്പെടുത്തണമെങ്കിൽ ദൈവത്തിന് മാത്രമേ സാധിക്കൂ. ആ സൗളാണ് പിന്നീട് വിജാതിയരുടെ അപ്പസ്തോലനായ പൗലോസായി മാറിയത്. അതിൻ്റെ പിന്നിൽ ഈ വിശുദ്ധ സ്തെഫാനോസിൻ്റെ ആ രക്തസാക്ഷിത്വമായിരുന്നു. ഒരു ചോദ്യം, വിശുദ്ധർക്കും അത്ഭുതങ്ങൾ പ്രവർത്തിക്കാനാവുമോ? പലരും അത് വിശ്വസിക്കുന്നില്ല. അപ്പസ്തോല പ്രവർത്തനം 6:8 ഇങ്ങനെ പറയുന്നു, സ്തെഫാനോസ് കൃപയും ശക്തിയും നിറഞ്ഞ് പല അത്ഭുതങ്ങളും വലിയ അടയാളങ്ങളും ജനമധ്യത്തിൽ പ്രവർത്തിച്ചു. അപ്പസ്തോലന്മാരെല്ലാം ഇതുപോലെ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിച്ചത്, പത്രോസും പൗലോസും സ്ലീഹന്മാരൊക്കെ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചതായിട്ട് അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ നമുക്ക് വായിക്കാനായിട്ട് സാധിക്കും. ഇതെങ്ങനെയാണ് നടക്കുന്നത്? കർത്താവായ യേശു മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുമ്പ് അവിടുന്ന് അരുളി ചെയ്തു. മർക്കോസ് 16:17 വിശ്വസിക്കുന്നവരോട് കൂടി ഈ അടയാളങ്ങൾ ഉണ്ടായിരിക്കും. അവർ എൻ്റെ നാമത്തിൽ പിശാചുക്കളെ ബഹിഷ്കരിക്കും, അവർ പുതിയ ഭാഷകൾ സംസാരിക്കും, അവർ സർപ്പങ്ങളെ കയ്യിലെടുക്കും, മാരകമായത് എന്തു കുടിച്ചാലും അത് അവരെ ഉപദ്രവിക്കുകയില്ല, അവർ രോഗികളുടെ മേൽ കൈകൾ വയ്ക്കും, അവർ സുഖം പ്രാപിക്കുകയും ചെയ്യും. അത് ഈശോയുടെ വാഗ്ദാനമാണ് എങ്കിൽ ആ വാഗ്ദാനമാണ് അപ്പസ്തോലന്മാരിലൂടെ വിശുദ്ധരിലൂടെയൊക്കെ നിറവേറിക്കൊണ്ടിരിക്കുന്നത്. അപ്പസ്തോല പ്രവർത്തനം 5:12 നമ്മളിങ്ങനെ വായിക്കുന്നു, അപ്പസ്തോലന്മാരുടെ കരങ്ങൾ വഴി ജനമധ്യത്തിൽ വലിയ അടയാളങ്ങളും അത്ഭുതങ്ങളും സംഭവിച്ചു. അവർ രോഗികളെ കൊണ്ടുവന്ന് തെരുവീതികളിൽ കിടക്കയിലും കട്ടിലിലും കിടത്തി. പത്രോസ് ദേവാലയത്തിലേക്ക് പോകുമ്പോൾ അവൻ്റെ നിഴലെങ്കിലും ഒന്ന് ഈ രോഗികളുടെ മേൽ അടിക്കാൻ വേണ്ടിയായിരുന്നു അത്. അങ്ങനെ അവൻ്റെ നിഴലടിച്ചവർ പോലും സൗഖ്യം പ്രാപിച്ചു, പിശാചുക്കൾ വിട്ടുപോയി. വീണ്ടും അപ്പസ്തോല പ്രവർത്തനം 19:11 നമ്മൾ കാണുന്നു പൗലോസിനെ കുറിച്ച്. പൗലോസിന്റെ കരങ്ങൾ വഴി വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിച്ചു. ഇത് ദൈവമാണ് പ്രവർത്തിക്കുന്നത്. അവൻ്റെ ശരീരം സ്പർശനമേറ്റ തൂവാലകളും അംഗവസ്ത്രങ്ങളും രോഗികളുടെ അടുത്ത് കൊണ്ടുവരികയും അവരിൽ നിന്ന് രോഗം വിട്ടുമാറുകയും അശുദ്ധാത്മാക്കൾ പുറത്തു പോവുകയും ചെയ്തു. നോക്കുക, അവര് ഒന്ന് സ്പർശിക്കേണ്ട ആവശ്യമില്ല, നിഴലടിച്ചപ്പോൾ തന്നെ ദൈവം പ്രവർത്തിക്കുന്നു. അവരുടെ ശരീരസ്പർശമേറ്റ തുവാലകളും അംഗവസ്ത്രങ്ങളും കൊണ്ടുവരുമ്പോൾ അത് സ്പർശിക്കുമ്പോൾ അവർ സൗഖ്യം പ്രാപിക്കുന്നു. ഇതൊക്കെ ദൈവത്തിൻ്റെ പ്രവൃത്തികളാണ്. ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. ദൈവം വിശുദ്ധരെ അതിനായിട്ട് എടുത്ത് ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. തിരുശേഷിപ്പുകൾ സഭയിൽ പലർക്കും ഇടർച്ചയുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. എന്നാൽ ബൈബിളിൻ്റെ അതിൽ അടിസ്ഥാനം നമ്മൾ കണ്ടു. പൗലോസ്ലീഹായുടെ തൂവാലയും അംഗവസ്ത്രവും ഒക്കെ കൊണ്ടുവന്ന് ആളുകൾ അത് സ്പർശിച്ചപ്പോൾ സൗഖ്യം പ്രാപിച്ചു, പിശാചുക്കൾ അവരെ വിട്ടുപോയി എന്ന്. യോഹന്നാൻ 14:12 ഈശോ പറയുന്നു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എന്നിൽ വിശ്വസിക്കുന്നവനും ഞാൻ ചെയ്ത അതേ പ്രവൃത്തികൾ ചെയ്യും. ഞാൻ പിതാവിൻ്റെ അടുക്കിലേക്ക് പോകുന്നതിനാൽ അവയേക്കാൾ വലിയവയും അവർ ചെയ്യും. അങ്ങനെ ഈ അപ്പസ്തോലന്മാരും വിശുദ്ധരുമൊക്കെ എത്രയോ മരിച്ചവരെ പോലും ഉയർപ്പിച്ച സംഭവങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. അത് ഈശോ മഹത്വീകൃതനായിട്ട് പിതാവിൻ്റെ വലത്തുഭാഗത്ത് എഴുന്നള്ളിയിരുന്നു കൊണ്ട് പ്രവർത്തിക്കുന്ന അത്ഭുതങ്ങളാണ്, അടയാളങ്ങളാണ്. ഇനി ഒരു സംശയം ബാക്കി നിൽക്കുന്നത്, അവർ ജീവിച്ചിരുന്നപ്പോൾ ഇതൊക്കെ ചെയ്തു എന്നുള്ളത് ബൈബിളിൽ നമ്മൾ കാണുന്നു. അവർ മരിച്ച ശേഷവും അത്ഭുതങ്ങളോ രോഗശാന്തിയൊക്കെ ചെയ്യാൻ സാധിക്കുമോ? അതിനുള്ള മറുപടിയാണ് സഭയുടെ വിശുദ്ധരെ പ്രഖ്യാപിക്കുന്ന പ്രൊസീജിയർ. വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് ആ മരിച്ചുപോയ വിശുദ്ധരിലൂടെ ദൈവം സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള അടയാളങ്ങൾ കാണിച്ചാൽ മാത്രമാണ് സഭ ഒരു വിശുദ്ധരായി പ്രഖ്യാപിക്കുന്ന പ്രൊസീജിയറിലേക്ക് പോലും പ്രവേശിക്കുകയുള്ളൂ. അവരുടെ ശരീരം അഴുകാതിരിക്കുകയോ
അല്ലെങ്കിൽ അവർ വഴി രോഗശാന്തികളും അടയാളങ്ങളും സംഭവിക്കുകയൊക്കെ ചെയ്യുമ്പോഴാണ് ഈ പ്രൊസീജിയർ ആരംഭിക്കുന്നത്. ആദ്യത്തെ ഇതൊക്കെ തെളിയിക്കാൻ വേണ്ടി അവിടെ കോർട്ട് കൂടും, വാദഗതികൾ നടക്കും, അവിടെ ഡെവിൾസ് അഡ്വക്കേറ്റ് ഉണ്ടാവും എതിരായിട്ട് വാദിക്കാൻ വേണ്ടി. അതെല്ലാം വിജയിച്ചാലാണ് ദൈവദാസൻ, സെർവൻ്റ് ഓഫ് ഗോഡ് എന്ന പദവി കൊടുക്കുക. വീണ്ടും ഇതുപോലെയുള്ള അടയാളങ്ങളൊക്കെ സ്ഥിരീകരിക്കപ്പെട്ടാലാണ് വീണ്ടും ധന്യൻ എന്ന പദവി കൊടുക്കുക. വീണ്ടും പ്രൊസീജിയറുകൾ ആവർത്തിക്കുന്നു. വീണ്ടും വീണ്ടും അടയാളങ്ങൾ ഉണ്ടായാൽ മാത്രമാണ് വാഴ്ത്തപ്പെട്ടവൻ അല്ലെങ്കിൽ ബ്ലെസ്ഡ് എന്ന ബഹുമാന പദവി കൊടുക്കുക. വീണ്ടും കാത്തിരുന്ന് അടയാളങ്ങളിൽ അനവധി ഉണ്ടായി സ്ഥിരീകരിക്കപ്പെട്ടാൽ മാത്രമാണ് വിശുദ്ധനോ വിശുദ്ധയോ ആയിട്ട് പ്രഖ്യാപിക്കുക. പല വിശുദ്ധരെയും 100 അതിലധികവും വർഷമെടുത്താണ് വിശുദ്ധരായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അത് ഒരു കാരണവശാലും ഒരു തെറ്റ് സംഭവിക്കരുത് എന്നതുകൊണ്ടാണ് ഇത്രയും സുദീർഘമായ സ്റ്റെപ്പുകൾ പലപ്പോഴും എടുക്കുന്നത്. നമുക്കറിയാം, മദർ തെരേസയൊക്കെ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നമ്മൾ വിശുദ്ധ എന്ന് വിളിച്ചതാണ്. പക്ഷെ അനേക വർഷങ്ങൾ കുറവായിരുന്നു എന്ന് മാത്രം. അപ്പോൾ ഈ പ്രൊസീജിയർ തന്നെ വിശുദ്ധര് വഴി അവർ മരണശേഷവും രോഗശാന്തികളും അടയാളങ്ങളും സംഭവിച്ചു എന്നതിൻ്റെ തെളിവാണ്. രണ്ടാമതായിട്ട്, ഇങ്ങനെ ഒരു വിശുദ്ധനായിട്ട് പ്രഖ്യാപിച്ചു എന്നതുകൊണ്ട് ജനങ്ങൾ ആ വിശുദ്ധനെ എത്ര കാലം ചുമലിലേറ്റിക്കൊണ്ട് നടക്കും? പുതിയ തലമുറകൾക്ക് അനുഭവമൊന്നുമില്ലെങ്കിൽ അവർ ചുമലിലേറ്റിക്കൊണ്ട് നടക്കുമോ? സ്തെഫാനോസ് വിശുദ്ധനായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടിട്ട് 2000-ഓളം സംവത്സരമാവുകയാണ്. ഇപ്പോഴും ആ വിശുദ്ധന്റെ നാമത്തിൽ അടയാളങ്ങളും നടക്കുന്നത് കൊണ്ടാണ് ആ വിശുദ്ധന്റെ പേരിൽ ദേവാലയങ്ങൾ ഉണ്ടാകുന്നത്. അത് ജനങ്ങൾക്ക് ഫലം ലഭിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ ഈ വിശുദ്ധർക്ക് നിലനിൽക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അത് ദൈവം മഹത്വപ്പെടുത്തിയത് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. യോഹന്നാൻ 15:16 നമ്മൾ ഈശോ ഇങ്ങനെ പറയുന്നു, നിങ്ങൾ എൻ്റെ നാമത്തിൽ ചോദിക്കുന്നതെന്തും അവിടുന്ന് നിങ്ങൾക്ക് നൽകും. യേശു നാമത്തിലാണ്, അവിടുന്നാണ്, ദൈവമാണ് ഈ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നത്, അല്ലാതെ വിശുദ്ധരല്ല. ചിലരൊക്കെ അങ്ങനെ തെറ്റിദ്ധരിക്കുന്നവരുണ്ട്, അങ്ങനെ വിമർശനമുണ്ടാകാറുണ്ട്. വിശുദ്ധ കുർബാനയേക്കാൾ പ്രാധാന്യം നൊവേനകൾക്ക് കൊടുക്കുന്നു എന്നൊക്കെ വിമർശനങ്ങൾ ഉണ്ടാകും, നമ്മൾ കേൾക്കുന്നുണ്ട്. അതൊക്കെ അറിവില്ലായ്മയാണ്, അത് പരിഹരിക്കേണ്ട കാര്യമാണ്, അല്ലാതെ വിശുദ്ധരെ തള്ളിക്കളയാനുള്ള കാരണമല്ല. വിശുദ്ധരാരും ഞാനാണ് അത്ഭുതം പ്രവർത്തിച്ചതെന്ന് അവകാശപ്പെടുന്നില്ല. മറിച്ച് യേശു നാമത്തിൽ അവർ ദൈവത്തിൻ്റെ മുഖം ദർശിച്ചുകൊണ്ട് യേശു നാമത്തിൽ അപേക്ഷിക്കുമ്പോൾ, മധ്യസ്ഥം പ്രാർത്ഥിക്കുമ്പോൾ ദൈവമാണ് ഈ അടയാളങ്ങളും അത്ഭുതങ്ങളും നൽകുന്നത്. എൻ്റെ കുടുംബത്തിൽ സ്റ്റീഫൻ എന്ന പേര് ആർക്കും ഉണ്ടായിരുന്നില്ല. എന്നാൽ എൻ്റെ മാതാപിതാക്കള് സെൻറ്റ് സ്റ്റീഫൻ്റെ വലിയ ഭക്തരായിരുന്നു. വിളിച്ചാൽ വിളി കേൾക്കുന്ന വിശുദ്ധനാണ് എന്നൊക്കെ അവർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. കഴിയുന്ന വർഷങ്ങളിലൊക്കെ ഉഴവൂരുള്ള സെൻറ്റ് സ്റ്റീഫൻസ് പള്ളിയിൽ തിരുനാളിനൊക്കെ അവർ പോവുകയും ചെയ്യുമായിരുന്നു. അവരുടെ ആ വിശ്വാസമാണ് എനിക്ക് സ്റ്റീഫൻ എന്ന് പേരിടാൻ കാരണമായതും ഞാനും എൻ്റെ പ്രത്യേക നിയോഗങ്ങളൊക്കെ ഈ വിശുദ്ധൻ്റെ, എൻ്റെ പേരിൻ്റെ കാരണമായ വിശുദ്ധൻ്റെ മധ്യസ്ഥ സഹായം പ്രാർത്ഥിച്ചുകൊണ്ടാണ് ദൈവത്തിന് സമർപ്പിക്കുകയും ചെയ്യുന്നത്. ഈശോ തന്നെ നമുക്കത് കാണിച്ചു തന്നതല്ലേ. കാനായിലെ കല്യാണ വീട്ടിൽ വെച്ച് അവിടെ പരിശുദ്ധ മറിയം മധ്യസ്ഥം പ്രാർത്ഥിച്ചില്ലായിരുന്നെങ്കിൽ യേശു അത്ഭുതം പ്രവർത്തിക്കുമെന്ന് തോന്നുന്നുണ്ടോ? മറിയം അപേക്ഷിച്ചപ്പോൾ അവിടെ പച്ചവെള്ളത്തെ പുതുവീഞ്ഞാക്കി മാറ്റിയ തൻ്റെ പരസ്യ ജീവിതത്തിൻ്റെ ആരംഭം കുറിക്കുന്ന ആദ്യത്തെ അടയാളം ഈശോ പ്രവർത്തിച്ചു. അതുപോലെ ഈശോ തന്നെയാണ് കുരിശിൽ കിടന്നുകൊണ്ട് തൻ്റെ അന്ത്യനിമിഷങ്ങളിൽ പരിശുദ്ധ മറിയത്തെ നമുക്ക് സ്വന്തം അമ്മയായി മധ്യസ്ഥയായി നൽകിയത്. ദൈവം അവരെ മഹത്വപ്പെടുത്തിയിരിക്കുന്നു. വെളിപാടിൻ്റെ പുസ്തകം 7:9 വിശുദ്ധരുടെ പ്രതിഫലം എന്ന തലക്കെട്ടില് ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു: ഞാൻ നോക്കിയപ്പോൾ എണ്ണിത്തിട്ടപ്പെടുത്താൻ കഴിയാത്ത വലിയ ഒരു ജനക്കൂട്ടം, അവർ സകല ജനതകളിൽ നിന്നും, ഗോത്രങ്ങളിൽ നിന്നും, രാജ്യങ്ങളിൽ നിന്നും, ഭാഷകളിൽ നിന്നുമുള്ളവർ. അവർ വെള്ള വസ്ത്രമണിഞ്ഞ് കൈകളിൽ കുരുത്തോലയുമായി സിംഹാസനസ്ഥന്റെ മുമ്പിലും കുഞ്ഞാടിന്റെ മുമ്പിലും നിന്നിരുന്നു. ഈ വിശുദ്ധര്
ദൈവം അവരെ മഹത്വപ്പെടുത്തിക്കൊണ്ട് അവരിപ്പോൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ പിതാവിൻ്റെ മുമ്പിലും പുത്രനായ കുഞ്ഞാടിൻ്റെ മുമ്പിലും നിൽക്കുകയാണെന്ന് യോഹന്നാൻ ശ്ലീഹ തൻ്റെ ദർശനത്തിലൂടെ കാണുന്നു. വെളിപാട് 7:14 പറയുന്നു, ഇവർ ആരാണ് എന്ന്. ഇവരാണ് വലിയ ഞെരുക്കത്തിൽ നിന്നും വന്നവർ, കുഞ്ഞാടിൻ്റെ രക്തം കൊണ്ട് വസ്ത്രങ്ങൾ കഴുകി വെളുപ്പിച്ചവർ. അതാണ് വിശുദ്ധരെ കുറിച്ച് അവിടെ പറയുന്നത്. വീണ്ടും വെളിപാടിൻ്റെ 7:15 പറയുന്നു, ഇത് അവർ ദൈവത്തിൻ്റെ സിംഹാസനത്തിൻ്റെ മുമ്പിൽ നിൽക്കുന്നതിനും അവിടുത്തെ ആലയത്തിൽ അവിടുത്തേക്ക് ശുശ്രൂഷ ചെയ്യുന്നതിനും വേണ്ടിയാണ്. സിംഹാസനസ്ഥൻ തൻ്റെ സാന്നിധ്യത്തിൻ്റെ കൂടാരത്തിൽ അവർക്ക് അഭയം നൽകുന്നു. അങ്ങനെയുള്ള ആ വിശുദ്ധര് ദൈവത്തിൻ്റെ മുഖം നോക്കിക്കൊണ്ട് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാതിരിക്കുമോ? നമ്മൾ വായിച്ചുള്ള അറിവിനേക്കാളും വലിയ പ്രാധാന്യം കൊടുക്കുന്നത് പ്രായമായവരുടെ അനുഭവ പരിചയത്തിന്, ജ്ഞാനത്തിന് ആണ്. അങ്ങനെയെങ്കിൽ 2000-ഓളം വർഷം പ്രായമുള്ള സഭയുടെ അനുഭവത്തിന്, ജ്ഞാനത്തിന് വിലയൊന്നുമില്ലേ? അതാണ് പാരമ്പര്യങ്ങൾ എന്ന് പറഞ്ഞ് നമ്മൾ വിളിക്കപ്പെടുന്നത്. ആ സഭയുടെ വലിയ ജ്ഞാനത്തിൻ്റെ, ആ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ പരിശുദ്ധ മറിയം തന്നെ പ്രത്യക്ഷപ്പെട്ട് സന്ദേശങ്ങൾ നൽകുകയും അടയാളങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തത് പരീക്ഷണ നിരീക്ഷണങ്ങൾക്ക് വിധേയമാക്കിക്കൊണ്ട് സഭ ഈ പ്രൊസീജിയറിലൂടെ എല്ലാം കടന്നുപോയി 300ഓളം സ്ഥലങ്ങളിൽ അംഗീകരിച്ചതായിട്ടുണ്ട്. അതെല്ലാം ഇന്ന് വലിയ തീർത്ഥാടന കേന്ദ്രങ്ങളാണ്. ഈ സഭ തൻ്റെ അനുഭവത്തിൽ നിന്ന് കാറ്റക്കിസം ഓഫ് കാത്തലിക് ചർച്ച് പാരഗ്രാഫ് 2683-ലും 2684-ലും ഇങ്ങനെ പറയുന്നു, സഭ വിശുദ്ധരായി അംഗീകരിച്ചവര്, ദൈവം മഹത്വപ്പെടുത്തിയവര്, ദൈവത്തിൻ്റെ സന്നിധിയിൽ ഭൂമിയിലുള്ള തങ്ങളുടെ പ്രിയപ്പെട്ടവരെ അനുസ്മരിക്കുകയും അവരെ പ്രാർത്ഥന വഴി സഹായിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് സഭ വിശുദ്ധരോട് മധ്യസ്ഥം വഹിക്കുകയല്ല, മധ്യസ്ഥ പ്രാർത്ഥന നടത്താനായിട്ട് നമ്മൾ വിശ്വാസ പ്രമാണത്തിൽ അത് ഏറ്റുപറയുന്നുണ്ട്. പുണ്യവന്മാരുടെ ഐക്യത്തിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ആ പുണ്യവന്മാർക്ക് നമ്മളെ ജീവിച്ചിരിക്കുന്നവരെ സഹായിക്കാനായിട്ട് സാധിക്കും. മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം 21-ാം വചനം, യേശു താലന്തിൻ്റെ ഉപമയില് വിശ്വസ്തനായ ഭൃത്യനോട് ഇങ്ങനെ പറയുന്നു, കൊള്ളാം, നല്ലവനും വിശ്വസ്തനുമായ ഭൃത്യ, ചെറിയ കാര്യങ്ങളിൽ നീ വിശ്വസ്തനായിരുന്നതിനാൽ അനേക കാര്യങ്ങൾ നിന്നെ ഞാൻ ഭരമേൽപ്പിക്കും. അങ്ങനെ ദൈവം ഈ വിശ്വസ്തരായിരുന്ന വിശുദ്ധരെ വലിയ കാര്യങ്ങൾ ഭരമേൽപ്പിക്കാറുണ്ട്. സ്തെഫാനോസ് ഡീക്കന്മാരുടെയും അൾത്താര ശുശ്രൂഷകരുടെയും എല്ലാം പാട്രൺ സെയിൻ്റ് ആണ്. അതുപോലെ നമുക്ക് ഏറെ പ്രാധാന്യം കൊടുക്കാറുള്ള വിശുദ്ധ സെബസ്ത്യാനോസ് പഞ്ഞം, പട, വസന്ത, അതായത് പകർച്ചവ്യാധി ഇവയുടെ മധ്യസ്ഥനായിട്ട് സഭ ആചരിക്കുന്നു. അപ്പോൾ സഭ നമ്മളോട് വിശുദ്ധരുടെ പ്രാർത്ഥനാ സഹായം അപേക്ഷിക്കാനായിട്ട് നമ്മളോട് ആവശ്യപ്പെടുമ്പോൾ അത് നമുക്ക് പൂർണ്ണമായും വിശ്വസിക്കാം. അതിന് ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സകല വിശുദ്ധന്മാരെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.